കാര്യത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലാകാണ്ടല്ല. ബ്രാഞ്ച് സമ്മേളനത്തിന് ഞാൻ എത്തണമെന്നല്ലേ പറയണ. പക്ഷെ എനിക്ക് ഇവിടുന്ന് എത്താൻ പറ്റൂലെന്ന്. പുതിയ സൂപ്രണ്ട് വന്നിട്ട് കുറച്ച് നാളെ. ആ വക്കീലെ സുഖല്ലേ? ഇല്ല, ഇവിടെ പറഞ്ഞാണ് നമ്മുടെ ഒരു വക്കീലകത്തുണ്ട്. അതേ, ഈ പുള്ളി വന്നിട്ടൊന്നും ഇണങ്ങിയിട്ടില്ല നമ്മളായിട്ട്. ഞാൻ ഇണക്കി എടുത്തോളാം. പുള്ളി 28-ാം തീയതി ലീവാണ്. അന്നോട് ആ മസിൽ പിടിക്കണ്ടേ? പോയിട്ട് അവിടുന്ന് പടവല എടുത്തിട്ട് വാ. ആ പടവല എടുത്തിട്ട് പറ. എന്താ വീശ പിടിച്ച് കളിക്കണേ? നീ പണ്ട് പോലീസൊക്കെ ആയിരിക്കാം, പക്ഷെ ഇവിടെ പോലീസും കളരൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ. ഇത് പറയണില്ലേ? പോയി പടവല എടുത്തിട്ട് വേണം. എടുത്തിട്ട് വാ. മോനെ, പഴയ ഡിവൈഎസ്പി എന്നുള്ളൊരു അഹങ്കാരാണ്. ഞങ്ങളെ സ്റ്റേഷനിൽ ഒരുമിച്ചായിരുന്നു. അത് നിങ്ങൾ പോലീസ്? ഞാൻ കള്ളനും അയാൾ പോലീസും സ്റ്റേഷനിൽ ഒരുമിച്ചല്ലേ ഉണ്ടാവുക. അങ്ങനെ ഭക്ഷണമായില്ലേടാ? ചോറായി സാർ. സാമ്പാറാവാൻ അങ്ങനെ സാമ്പാറാവാത്തെ? ആവു സാർ. ആവുപ്പോ എന്താണ് നീ കൂടെ വട്ടമേശ സമ്മേളനമാണോടാ? എല്ലാരും കൂടിയിട്ട് സാധാരണ ഇത്രയും പേരുണ്ടാവാറില്ലല്ലോ ഭക്ഷണം ഉണ്ടാക്കാൻ. ഇപ്പൊ ആള് കൂടുതലാണല്ലോ, പിന്നെന്താ? സാറേ, പണി ചെയ്യുമ്പോ എല്ലാരും ഒരുമിച്ച് ചെയ്യേണ്ട സാറേ. ആർക്കാണ് ഇവിടെ പണിയെടുക്കാൻ വയ്യാതെ? സാറേ, ആ DYSP സാറിനാണ്. അങ്ങനെ ഒരു പണി ചെയ്യൂല. പണിയെടുക്കുന്ന ആളുകളെ മുഴുവൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. സാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാ. നിങ്ങൾ പണിയെടുത്ത് പണിയെടുത്തു മോഹൻ സാറേ, സംഭവം സാറ് DYSP ആയിരുന്നെങ്കിലും ഇപ്പോ ഇവരുടെ കൂട്ടത്തിലാണല്ലോ. ഇതൊക്കെ പക്ക ക്രിമിനൽസ് ആണ്. അതുകൊണ്ടാണല്ലോ ഇതിനകത്ത് കിടക്കണേ. അപ്പൊ സംഭവം സാറ് ഇവരുടെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ തൊട്ടും പിടിച്ചും ഒക്കെ ചെയ്യണത് പോലെ ഒന്ന് കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. എന്നവിടെ പന്ത് തട്ടും പോലിട്ട് തട്ടുകയാണ്. അത് നമുക്ക് സാറ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമല്ലോ. അപ്പൊ എല്ലാവരും എടുക്കാൻ നമുക്ക്. ഞാനുണ്ടാവും കൂടെ കേട്ടാ. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അമ്മരെ ചെയ്യാൻ അങ്ങോട്ട് ചെയ്തേ. അവിടെ പെട്ടെന്നാവട്ടെ. ചവിട്ടി നടു ഓടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാം ചെയ്തോളൂ. അതെ, ആരും പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ കാര്യം ഭയങ്കര പ്രശ്നമാവും. പറഞ്ഞു മനസ്സിലായില്ല നിങ്ങൾക്ക്? അതെ, നിങ്ങളെ കണ്ടത് നന്നായി. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ചില ആൾക്കാർക്ക് ചില സംശയം. അതെ, വൃത്തിയില്ലാത്തവന്മാരെ നമുക്ക് വേണ്ട. നമുക്കൊരു ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ടാക്കണം. നമ്മളെ പോലെ മര്യാദക്കാര് മാത്രം മതി. എന്താണ് എല്ലാം ഇവിടെ? ഞങ്ങള് പ്യാരിയേട്ടനൊന്ന് ഇങ്ങനെ. കാര്യമായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ പിള്ളേരാണ് സാറേ. അതെ കാര്യം. ഇവിടെ പുതിയ സൂപ്രണ്ട് വന്നിട്ടുണ്ടല്ലോ. എല്ലാരും കാണണമെന്ന് പറഞ്ഞു. എന്തിന്? അതറിയില്ല. ആള് വന്നേലേ ഉള്ളൂ. ഇനി എന്തെങ്കിലും പരിഷ്കാരങ്ങൾക്ക് വല്ലാണ്ടാണെന്ന് അറിയില്ല. വാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ പോരെ. എന്തായിരിക്കും ഇപ്പൊ കാര്യം? ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. നമ്മളിപ്പോ ഇവിടെ കൂടിയിട്ടുള്ളത് ഓണാഘോഷത്തെ കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തവണത്തെ ഓണം നമ്മളെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി ഗംഭീരമായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം തടവുള്ളികളെന്നോ ഉദ്യോഗസ്ഥരെന്നോ ഒന്നുമില്ല. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണല്ലോ മഹാബലി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു നിലപാട് സ്വീകരിച്ച് നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ ഓണം ആഘോഷിക്കുന്നു. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഓണസദ്യക്ക് പപ്പടം നിർബന്ധമാക്കണം. ഒരാൾക്ക് ചുരുങ്ങിയത് 2-3 പപ്പടം കൊടുക്കണം. അത് പരിഗണിക്കാവുന്നതാണ്. അത് കുഴപ്പമുള്ള കാര്യമൊന്നും. സാറേ, പപ്പടം പൊട്ടാൻ പാടില്ല. അതെ സാറേ, ഹോട്ടലിൽ കയറി ബിരിയാണി കഴിക്കുന്ന പൊടിഞ്ഞ പപ്പടം കൊടുത്തതിന് സപ്ലയർ ഒറ്റ അടിക്ക് കൊന്നിട്ട് വന്നതാണ്.
2 പച്ചപ്പപ്പടം കൊടുത്താൽ മതി, ആളുടെ ഇഷ്ടത്തിന് കുറിച്ച് ചോദിച്ചോട്ടെ. വരി ഉണ്ടാക്കണ്ട. അപ്പൊ അത് നമുക്ക് പരിഗണിക്കാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തിനും പറയാനുണ്ടോ? സാറേ ഈ ഓണാഘോഷം എന്ന് പറയുമ്പേ ആ പൂക്കളമൊക്കെ വേണ്ടേ? പിന്നെ പൂക്കളല്ലാണ്ട് എന്തോ ഓണാഘോഷാണോ? നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പൂക്കള മത്സരം തന്നെ നടത്താം. പിന്നെ ഈ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കണവര് പരമാവധി മുല്ലപ്പൂ അതിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അല്ല സാർ, അതൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഈ മുല്ലപ്പൂവിന് ഇപ്പൊ തന്നെ 1 കിലോയ്ക്ക് 1000 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. അതേ, ഈ പൂക്കൾ ഒരുക്കുന്നതിന് മുമ്പേ അതിന്റെ പ്ലാൻ വരക്കണം, എസ്റ്റിമേറ്റ് എടുക്കണം, എന്നിട്ട് ടെൻഡറും കൊടുക്കണം. സാറേ, ആള് PWD എഞ്ചിനീയറൊക്കെ ആയിരുന്നേ. അപ്പൊ അത് കേസിൽ പെട്ടിട്ട് ഇപ്പൊ കിടന്ന് കിളി പോയി. അതാ. അത് നമുക്ക് വേണ്ട രീതിയിൽ എന്താ ചെയ്യാം. എന്താ എന്തെങ്കിലും പറയാനോ? പറഞ്ഞോളോ. ഒന്നുമില്ല, ഒന്നുമില്ല. കുപ്പിട്ടോ കുപ്പിയോ? നല്ല കുത്തു കിട്ടുമ്പോണ്ടല്ലേ. അപ്പൊ പിന്നെ ഇനി വേണ്ടത് ഒരു മാവേലിയാണ്. അല്ല, നിങ്ങൾ ഒച്ചപ്പാട് ഉണ്ടാക്കണ്ട. അതിന് സാർ ഒരു ഐഡിയ തന്നിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ മാവേലി തിരഞ്ഞെടുക്കുന്നതാണ്. നമുക്ക് നോക്കാം ആരാന്നുള്ളത്. ഇവിടെ എല്ലാവരുടെയും പേര് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് ആർക്കാണ് നറുക്ക് വീഴണമെങ്കിൽ സാർ എടുത്താൽ മതി. അല്ല, സാർ എടുക്കും. സാർ എടുക്കും. വരണ ആളുടെ മാവേലി. അപ്പോ വൈകി. അപ്പൊ നമ്മുടെ പുറംപോക്ക് സുഗതനാണ് ഇപ്രാവശ്യം മാവേലി. ആളാരാ? അതൊന്ന് കൈബന്ധിക്കോ. സംഗതിയൊക്കെ എന്നായി പോക്കറ്റടിക്കാരനാ മാവേലി. അപ്പോ ഇത്രയൊക്കെയാണ് നമുക്ക് ഇപ്പൊ തീരുമാനിക്കാനുള്ള കാര്യങ്ങൾ. ബാക്കിയൊക്കെ ഇനി വഴി എന്താണ് ഞാൻ അനുസരിച്ച് പറയാം. എല്ലാവർക്കും അവരവരുടെ സെല്ലിലേക്ക് തിരിച്ചു പോവാം. എന്താ സാർ വലിക്കണ? അല്ലടാ, കുളിക്കാണ്. എന്താ കണക്ക് വേണ്ട? ഇല്ല സാറേ, ഞാനവിടാ. എവിടെ? അവിടെ ഇന്നാളെ ഞാൻ വലിച്ചിട്ടൊരു കുട്ടി നീ എടുത്ത് വലിച്ചെന്ന് പറയും. പോടാ. നിനക്ക് ഇച്ചിരി വിനയം കൂടുന്നുണ്ട്. കയ്യിരിപ്പ് ശരിയല്ല. സാറേ, ഞങ്ങൾ കാര്യം പറഞ്ഞു. എന്ത്? നമ്മള് ഓണാഘോഷം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോ നമ്മൾ തീരുമാനിച്ചല്ലോ. കോയ സാറ് പറഞ്ഞല്ലോ. അതെ, അത് പൂക്കള മത്സരം ഉണ്ടല്ലോ. ഉണ്ട്. ഇനി പൂക്കൾ മേടിക്കാൻ പറഞ്ഞിട്ടില്ലേ കോയ സാറ്? പറഞ്ഞല്ലോ. അത് കൂടുതൽ മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് മുല്ലപ്പൂവിന് ഭയങ്കര പൈസ ആവൂലേ? അതുകൊണ്ട് ഞാൻ പറയുന്നേ, ഒരു കൂട്ടം നിറയെ ഈ നാടൻ പൂ, യമന്തി, മന്ദാരം, മറ്റേ ചെമ്പരത്തിപ്പൂ എല്ലാം കൂടി നിറക്കാം. നാടൻ പൂവെല്ലാം കൂടിയിട്ട് എന്നിട്ട് അതിന്റെ മേലെ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് വെതറാം. എന്നിട്ട് നമുക്ക് വയസ്സാറിന് മുല്ലപ്പൂവിന്റെ ബില്ല് കൊടുക്കാം. ഞാൻ എന്ത് കേസിനാണ് പാത്ത് കിടക്കണേ? ഞാൻ പാലം പൊളിഞ്ഞ്, ഞാനുണ്ടാക്കിയ പാലം പൊളിഞ്ഞു പോയല്ല. ചെല്ല്. അപ്പോ പറഞ്ഞത് ഇരു ടീമുകൾക്കും കൃത്യമായിട്ട് മനസ്സിലായല്ലോ. 2 ലോങ് വിസിൽ ഉണ്ടാവും. 3ാമതുള്ള ഷോർട്ട് വിസിലാണ് നിങ്ങൾ മത്സരം ആരംഭിക്കുന്നത്. അപ്പൊ റഫറി ആയിട്ട് ഞാനാണ് നിൽക്കുന്നത് തൽക്കാലം. അപ്പോ റഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും. നമ്മുടെ മന്മഥൻ സാറും മറ്റേ ഭാഗത്തെ ജയിൽ പുള്ളികളെ പ്രതികരിച്ച് നമ്മള് സത്യശീലനും ടീമും കൂടിയാണ് മത്സരത്തിന് പങ്കെടുക്കുന്നത്. വമ്പൻ കമ്പവലി ഇവിടെ നടക്കാൻ പോവാണ്. ഇത് സെന്റർ ചെയ്യണം. ഞാൻ വലിക്കരുത്, അങ്ങോട്ട് വലിക്കരുത്. റെഡിയല്ലേ എല്ലാവരും? റെഡിയല്ലേ? 2 ലോങ് വിസിൽ, ഒരു ഷോർട്ട് വിസിൽ കേട്ടോ. വൈകല് 2.
സാറേ ഇന്നലെ നമ്മുടെ മാവേലിയുടെ സെലക്ഷൻ കലക്കിയിട്ടുണ്ട്. അയ്യോ ഒരു ഫോട്ടോ എടുത്തില്ലല്ലോ, ഒരു ഫോട്ടോ എടുക്കാൻ. എടുക്കാം ഞാൻ വിളിക്കാം. സാർ ഫോൺ എടുക്കാം. അയ്യോ ഫോൺ, എന്റെ ഫോൺ കാണാനല്ലോ. സാറിന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ. എന്റെ ഫോൺ ഞാൻ ഇപ്പൊ വീഡിയോ എടുത്തല്ലേ. അല്ല സാർ മാവേലി മാവേലി ഒന്ന് ഞാനേ മാവേലി ഇങ്ങോട്ട് വാ. സുഖം ഇങ്ങോട്ട് വാ. ഫോട്ടോ അനുഗ്രഹം കൊടുക്കാൻ അല്ല സാർ അല്ല എല്ലാരും മേടിച്ചോ. അല്ല ഇപ്പൊ വിളിച്ചാലും മൊബൈലിലല്ലോ ഫോട്ടോ. അല്ല സാറേ എന്റെ ഫോണല്ലേ? ആ ഇത് ഈ വേഷോട്ടോ എല്ലാം കണ്ടല്ലോ നിന്നെ. മാവേലി അല്ലടോ താൻ. പോകോ പൊക്കോ പൊക്കോ പൊക്കോ. എന്താ എങ്ങനെയുണ്ട് ഇവിടെ? നന്നായിട്ട് ഇരിക്കണം, സുഖമായിട്ട് പോകണം. സൗകര്യക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇല്ല, സൗകര്യക്കുറവൊന്നുമില്ല. പിന്നെ എന്നെ യൂണിഫോമിൽ നിന്നൊന്ന് ഒഴിവാക്കണം. നമുക്ക് ചെയ്യാ, പറയാം. എന്തായി രാഘവേട്ടാ? നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയണില്ലേ? ഞാൻ പോയിരുന്നു. പറഞ്ഞോ, വിളിച്ചപ്പോ പറഞ്ഞോ? എന്നാ നടക്കട്ടെ. നിങ്ങൾ അങ്ങോട്ട് പോവാ, ഫംഗ്ഷൻ അങ്ങോട്ട് പോവോ. അവിടെ അല്ല രാഘവേട്ട, മന്ത്രിയായിട്ട് നിങ്ങൾക്ക് ഇത്ര അടുപ്പാ? മന്ത്രിയുടെ മണ്ഡലത്തിലെ പാലും കെട്ടിടങ്ങളും ഞാനും നിർമ്മിച്ചിനെ. ആണോ? അപ്പൊ അടുത്തല്ലാകുമ്പോ മന്ത്രി ഇവിടെ എത്തും. എന്ത് വർത്തമാനം ഇത്? ഈയുടെ പാർട്ടി വിരുദ്ധം വല്ലതും പറയണെങ്കിൽ ഇന്ന് കിണിച്ചു കൊടുക്കണം. പോയി മന്ത്രിക്ക് കൈയടിയറ. നിനക്കിട്ടുണ്ട്. അയ്യോ 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 വാസുഭാഷ, എന്റെ കൊറേ നാളായില്ല കണ്ടിട്ട്. ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും വരലില്ലേ? അതെ, പറ, എന്താ ആവശ്യം? നിർമ്മിത ബുദ്ധി വിദഗ്ധൻ പണ്ഡിറ്റ് ആത്മഹത്യ ചെയ്തു. എന്താ ഈ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞ എന്തുവാടാ? ഇപ്പഴാ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞ എന്തുവാന്ന്? ഇപ്പൊ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ഓംലെറ്റ് അച്ഛന് കൊടുക്കേണ്ടി വരും. പോയിട്ട് വന്ന് തിന്നാല് തണുത്തും പോവും. എന്താച്ചാല് നിർമ്മിത ബുദ്ധിയാ അച്ഛാ. നീ അവിടെ എന്തെടുക്കുവാ? അത് നമ്മളീ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കണ ബുദ്ധിയില്ലേ,
ആ അതിനെ പറയണതാണ് അങ്ങനെ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഷവർമയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് നമ്മളൊരു ബുദ്ധി ഉപയോഗിക്കൂല അച്ഛാ. ഓ ഓ. അതാണ് നിർമ്മിത ബുദ്ധി. അപ്പൊ ഈ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നത് നിർമ്മിത ബുദ്ധിയാണോ? എന്താ അച്ഛാ അങ്ങനെ പറഞ്ഞ? അല്ല അങ്ങനെയാണെങ്കിലേ നിനക്ക് നിർമ്മിത ബുദ്ധി ഇല്ലാന്ന് പറയാം. കല്യാണ ആലോചനകളൊക്കെ വരണുണ്ടല്ലോ, അവരോട് പറയാനാ. ആ വെളുപ്പിനെ വാതൊക്കെ പോയി എന്നിട്ട് എന്റെ നെഞ്ചത്തോട്ട് കയറണ. അല്ല നീ എന്തെടുക്കും അവിടെ? ഒന്നിങ്ങോട് വന്നേ. ഞാനിവിടെ ഈ പച്ചമുളകും സവാളയൊക്കെ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ഒതുക്കി വെക്കാണ്. അവിടെ എല്ലാം അന്ന് അഴുക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കുക. അടുക്കള മുഴുവൻ നാശമായി കിടക്ക. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പരന്ന് കിടക്കണത്. അത് കിള്ളി മാറ്റി വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളൂ. ആ വാ. പേരെന്തേ? അത് അടുക്കളയിലേ ആ എന്തൊക്കെയാ ഇച്ചിരി പണിയിൽ നിൽക്കുക. ഓ അവളെന്താ അടുക്കുകയോ ഒതുക്കുകയോ പറക്കുകയോ ഒക്കെ ചെയ്യാ. ഇതൊന്നും പതിവുള്ളതല്ല. ആണോ? എന്തോ ഇപ്പൊ നല്ല ബുദ്ധി തോന്നിയിട്ട് ചെയ്യുക. അതിനെന്റെ മന്മതായിട്ട് ആള് നന്നാവാൻ ഇത്ര സമയമൊന്നും വേണ്ടല്ലോ. അതുപോലെ തന്നെ നശിക്കാനും അധികം സമയമൊന്നും വേണ്ട. ഇവിടെ ഇരിക്കും. ഒന്ന് ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താണ്? അതെ, ഞാനിപ്പോ ഇതിനകത്ത് ഇങ്ങനെ നോക്കിയപ്പോ ഒരു വാർത്ത കണ്ട്. ഇതൊരു നിർമ്മിത ബുദ്ധി ബുദ്ധൻ ഒരുത്തൻ ആത്മഹത്യ ചെയ്തെന്ന് പറയട്ടെ. എന്താ ഈ നിർമ്മിത ബുദ്ധി? നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതാ ഞാൻ ചോദിച്ചത് എന്താന്ന്. അപ്പോൾ തന്നെ ഇതെന്തിനാ ഞാൻ ചോദിച്ചാലുള്ള സമാധാനം പറയേ. അല്ല അത് ലോക്കടിക്ക്. അത് ഓ ലോക്കൊന്നും ഇല്ല. എന്റെ ഫോൺ ആരും എടുക്കാറില്ല. ഓ അത് ശരി. അതെ മന്മതാട്ടാ, മന്മതാട്ട യൂട്യൂബിൽ പലതും സെർച്ച് ചെയ്യാറുണ്ടല്ലേ? യൂട്യൂബിൽ സിനിമകൾ കാണും ഞാൻ. സിനിമയല്ല, സിനിമയല്ല. പിന്നെ പാട്ട് കേൾക്കും. പാട്ടുമല്ല. ക്രിക്കറ്റും ഫുട്ബോളും ക്രിക്കറ്റും അല്ല, അതൊന്നും അല്ല. പിന്നെ ഞാൻ എന്ത് കാണാൻ ഇതില്? എന്ത്? അതെ വീഡിയോസ് കാണാറില്ലേ? അതങ്ങനെയൊക്കെ ഇതിലുണ്ടാ? ഇല്ലേ? ഇല്ല. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഇത് ഫോണിൽ ചെന്ന് മന്മതേട്ടൻ അതാണ് സ്ഥിരം കണ്ടോണ്ടിരിക്കണത്. സത്യശീല അതൊന്നും പറയല്. അതെ ഇത് നോക്കിയേ, ഇത് കണ്ട, ഇത് കണ്ട, ഇത് ഒരു പ്രാവശ്യം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതന്നെ വന്നോണ്ടിരിക്കും. ഇത് ഞാൻ എപ്പോഴും ഒരു പ്രാവശ്യം ഒന്നും അറിയാണ്ട് കൈ തട്ടിട്ട് പോയി. സ്ഥിരം നോക്കുന്നുണ്ട്, അതാണ് സ്ഥിരം തന്നെ പരിപാടി. അതെ മന്മതേട്ടാ, ഒരാളുടെ സ്വഭാവം, അയാളുടെ വീക്ക്നെസ് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ നോക്കിയാൽ മതി. യൂട്യൂബ് നോക്കി അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അത് മനസ്സിലാവും. അതായത് നമ്മളിപ്പോ ഒരു തരത്തിലുള്ള വീഡിയോ 1, 2, 3 പ്രാവശ്യം കണ്ടു എന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് ഇപ്പോ മന്മതേട്ടൻ തന്നെ മറ്റേ ഈ വീഡിയോ കണ്ടു. അത് കണ്ട് ഞാൻ നീ ഇങ്ങനെ ഉറക്കെ എപ്പോഴും അത് പറയല്ലേ. അതെ അതെ കണ്ടല്ലോ ഒരു പ്രാവശ്യം. അതെ, അപ്പൊ അതിങ്ങനെ ഒരു പ്രാവശ്യമല്ല, ഇതണ്ട ഇതൊക്കെ അതാ കണ്ടോണ്ടിരുന്നതാ. അപ്പോ ഇങ്ങനെ കാണുമ്പോ മന്മതേട്ടൻ ആരാണ്, എന്താണ് നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട ആളാണെന്നെല്ലാം ഇവ മനസ്സിലാക്കി കഴിയും. ഇതിനകത്തുള്ള സിസ്റ്റം മനസ്സിലാക്കി കഴിയും. അപ്പൊ അല്ലെ പറയട്ടെ, അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളുള്ള വീഡിയോസ് നമുക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും താല്പര്യമൊന്നും ഉള്ളതല്ല. അല്ല, പക്ഷെ അങ്ങനെ നമ്മൾ കാണുന്നതാണല്ലോ. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഐറ്റം, അതായത് നിർമ്മിത ബുദ്ധിയുടെ ഒരൈറ്റം. വേറെയും കുറേ സംഗതികളുണ്ട്. സത്യ ഇപ്പൊ ഇതിനകത്തുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിനകത്ത് നമ്മൾ തുറക്കുമ്പോൾ വരണമെന്ന് പറഞ്ഞില്ലേ, അതിനെ നമുക്കൊന്ന് കളയാൻ പറ്റും. ഇപ്പോ സിസ്റ്റം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് മന്മതേട്ടൻ മഹാവഷളനും സ്ത്രീ വിഷയങ്ങളിൽ നല്ല താല്പര്യമുള്ള ആളാണ്. അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ ധാരണ നമുക്ക് മാറ്റണം. ഇനിയിപ്പോ അതിന് ഞാൻ എന്തോ ചെയ്യണം? സിസ്റ്റത്തിന്റെ കാലും എല്ലാം പിടിക്കണോ? ഞാൻ പിടിക്കാം. അയ്യോ കാലൊന്നും പിടിക്കേണ്ട കാര്യമില്ല. നല്ല വീഡിയോസ് കാണുക, നല്ല പുരാണ സീരിയലുകള്, പുരാണ സിനിമകള്, നല്ല മെഡിറ്റേഷൻ വീഡിയോസ്, അതൊക്കെ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ കണ്ടാൽ മതി.
അപ്പൊ എന്ത് സംഭവിക്കും? മന്മഥേട്ടൻ നല്ല ആളാണെന്ന് സിസ്റ്റം മനസ്സിലാക്കും, സത്യവനായിട്ടുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാക്കും. അപ്പൊ നമുക്ക് ആ നിലയ്ക്കുള്ള വീഡിയോസ് ഇങ്ങനെ തുടർന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ല, ഇത് മാറ്റാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? വേറെ വഴിയൊക്കെ ഉണ്ട്, എന്നാ അത് പറഞ്ഞു. പക്ഷേ മന്മഥേട്ടൻ ഈ വഴിക്ക് തന്നെ പോയാ മതി. വ്യാരിയേ, ആ വ്യാരിയേ, എടാ ഒരു കാര്യം പറയാണ്ട്. സത്യ, ഇതല്ല എന്തുണ്ട്? അതെ, ഞാനേ രൂപ 50,000 കൊടുത്ത് ഫോൺ മേടിച്ചിട്ടു ഇപ്പൊ സ്വസ്ഥമായിട്ട് മനുഷ്യനൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയും. എന്തൊരു കഷ്ടമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അല്ല, അന്റെ പ്രശ്നം ഇപ്പൊ എന്താണ്? ആ കോഴിക്ക് വില അടിഞ്ഞതിന് ഞാൻ എന്താണ്? എന്റെ കോഴിക്ക് വില അടിഞ്ഞ് കണക്ക് നോക്കിട്ട് ഇക്കിന്റെ കച്ചവടം ചെയ്യാൻ പറ്റുമോ? അത് നടക്കില്ല. ഈ പൈസ ഈ തരില്ലെങ്കിൽ വേണ്ട, ഇജ്ജ് കുഴപ്പമില്ലാക്ക മേടിക്കാൻ എനിക്കറിയാം. അതല്ല അതിലും വലിയ പൈസ ഞാൻ എന്താ വെച്ചോ, ഈ 15,000 ഉറുപ്പ്യക്കൊന്നും മെനക്കെടാക്ക് വയ്യാത്തോണ്ടാണ്. അത് കുഴപ്പമില്ല കേട്ടോ, അത് ഞാൻ മേടിച്ചോണ്ട് ഈ തരണ്ട, ഞാൻ എന്റെ മേടിച്ചോണ്ട്. എന്നാ ശരി, ഈ ഫോൺ വെക്ക്, ഇവിടെ വേറെ പണി നടക്കാണ്. ശരി എന്നാല് ആയിക്കോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. ഈ ചോദിച്ചു പണി നടക്കണില്ലല്ലോ, ഈ അപ്പൊ കൊത്തി നിക്കാൻ. അതിങ്ങനെ ചുറ്റോട് ഞാൻ ഇടും ഈ കംപ്ലീറ്റ് പുല്ലിങ്ങനെ. കോഴിക്കാളെ അല്ല, നിങ്ങളൊരു 10,000 റുപ്യ എനിക്ക് തരുക, 2% പലിശക്ക്. എനിക്ക് ബാങ്കിൽ നിന്ന് കിട്ടും ഈ 2% പലിശക്ക്? ബാങ്കിൽ നിന്ന് കിട്ടൂല, അല്ല നിങ്ങളോട് ചോദിക്കുന്നത്. അത് ശരി, ബാങ്കിൽ നിന്നും കൂടി കിട്ടാത്ത ഞാൻ തരണ എനിക്ക്. പിന്നെ ശ്രദ്ധിക്കണ്ടേ? അയ്യ, അവിടെ ഇവിടെ പറമ്പില്. എവിടെ നട്ടാ? എവിടെ പോട്ടാ? ഞങ്ങള് നമ്മുടെ രാഘവേട്ടന്റെ അടുത്തൊന്ന് പോയതാണ്. മൂപ്പരൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട്. സമാധാനിപ്പിക്കാന്ന് പറഞ്ഞാ എന്താ മൂപ്പർക്ക് പയ്യന്റെ? ശരി, അറിഞ്ഞില്ലപ്പാ. ഇല്ല. രാഘവട്ടൻ കോടനാവട്ടത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്തെ ഏതോ മാഷുണ്ടായി കൂട്ടുകാരൻ. അയാള് ഫോണിൽ വിളിച്ചിട്ട് കുറെ പൈസ വേണോന്ന് പറഞ്ഞ് പുള്ളി പൈസ അയച്ചു കൊടുത്ത. അത് തട്ടിപ്പായിരുന്നു ഓൺലൈനിലേ. ഈ രാഘവേട്ടൻ എന്ത് പണിയാ കാട്ടണത്? ഒരാള് വിളിച്ച് കായ് ചോദിച്ചു വെച്ചാ ആരാണ് എന്താന്ന് അറിയാണ്ട് അങ്ങോട്ട് കാശ് എടുത്ത് കൊടുക്കല. ആളെ കണ്ടെന്നേ, മാഷ് വിളിച്ചു ചോദിച്ചാ പിന്നെ പൈസ കൊടുക്കണ്ടേ? വീഡിയോ കോളാ വിളിച്ചത്. ഏത് മാഷോ? അത് ശരി, അപ്പൊ മാഷ് പറ്റിച്ച്. മാഷ് പറ്റിച്ചതല്ല, അത് പുതിയ കാലത്തൊരു ടെക്നോളജിയാ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്ത് ടെക്നോളജി? പറ്റിക്കലല്ലേ? പറ്റിച്ചപ്പോ പൈസ പോയി, ഈ ആൾക്കാർക്ക് കിട്ടിയിട്ടുമില്ല. വിളിച്ചത് അയാള് തന്നെ. എന്താ ഈ പറഞ്ഞ ഒരു പിടുത്തം കിട്ടല? എന്നിട്ട് കേസ് കൊടുത്തില്ലേ? കേസ് കൊടുത്ത് ചെറിയച്ഛൻ സൈബർ സെന്ററിലുണ്ടല്ലോ സുധാൻ. അപ്പൊ അവിടെ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞപ്പോ അവര് അതെ, ഇവിടെ നോക്കൂ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖേനയുള്ള തട്ടിപ്പുകളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു വിദഗ്ധൻ പറയണ്ടായിട്ടുണ്ട്, ജീവജാലങ്ങളുടെ ആദ്യഘട്ടം അമീബയിൽ നിന്നാണ്. വെട്ടിപ്പുകളുടെ അമീബ ഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് പെറ്റുപെരുകി നമ്മളെ മൊത്തത്തിൽ വിഴുങ്ങും. ജനാധിപത്യവും ഭരണ സംവിധാനം വരെ അട്ടിമറിക്കാൻ ഇതിന് കഴിയും. ഇനി എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഈ വാസുമാഷ് പറയുന്ന ആള് നിങ്ങളായിട്ട് അത്ര ബന്ധമുള്ള ആളാണോ? അതെ സാറേ, വാസുമാഷും ഞാൻ ഒന്നിച്ച് ഒരു സ്കൂളിൽ പഠിപ്പിച്ചാണ്. അപ്പൊ അയാള് ഇപ്പൊ ബുദ്ധിമുട്ടി എന്നോട് കുറച്ച് കാശ് ചോദിച്ചു. ഞാനത് എന്തായാലും അയച്ചു കൊടുക്കുക. അത്ര സുഹൃത്തുക്കളാ ഞാനത് അയച്ചു കൊടുത്തു. അതിപ്പോ ഒറിജിനലാണോ വ്യാജനാണോ ഞാൻ എങ്ങനെ തിരിച്ചറിയല്? ഈ വീഡിയോ ശ്രദ്ധിച്ചില്ലേ? വീഡിയോ ശ്രദ്ധിച്ചു. അയാൾ തന്നെ, വാസുഭാഷ തന്നെ. നമ്മളോട് ഈ വീഡിയോയിലെ കാശ് ആവശ്യപ്പെടുന്ന വ്യക്തിനെ നമ്മൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ വ്യക്തി ഇമ വെട്ടണില്ലെങ്കിൽ അത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് വിഷ്വലാണ്. ഇമ വെട്ടുന്നുണ്ടെങ്കിൽ അത് ഒറിജിനലാണ്. ഇതുപോലെ തന്നെയാണ് സംസാരിക്കുമ്പോ ലിപ്പ്, അതായത് ചുണ്ടടങ്ങുന്നത് വേറെയും സംസാരം വേറെയാണെങ്കിൽ അത് വ്യാജനാണ്. അത് കുറച്ചു സമയമേ ആ വീഡിയോ ഉണ്ടായിട്ടുള്ളൂ, കുറച്ചു സമയം. അതിൽ പിന്നെ അന്നേരം ഞാനിങ്ങനെ ഈ ലിപ്പും കണ്ണെല്ലാം നോക്കുന്ന ഇങ്ങനെ. അല്ല, അത് അവരുടെ ട്രിക്കാണത്. 10 സെക്കൻഡിന്റെ ഉള്ളിൽ ഈ വീഡിയോ കഴിയും. കാരണം അതിൽ കൂടുതൽ വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാലും. അപ്പൊ ഈ കണ്ണും ലിപ്പും അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ സാറേ ഇത് കണ്ടുപിടിക്കാൻ? വേറൊരു വഴിയുണ്ട്. ഇപ്പൊ നിങ്ങളോട് പണം ആവശ്യപ്പെട്ട ആള് നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാവില്ലേ? അപ്പൊ അയാൾക്കും നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം അത് അയാളോട് ചോദിക്കുക. അപ്പൊ ഒറിജിനൽ ആളാണെങ്കിൽ ആ സംഭവം നിങ്ങളോട് പറയും.
പറയാതിരിക്കുന്നുവെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖേന നിർമ്മിച്ച വ്യാജ ആളായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. കാരണം ഇനി തട്ടിപ്പുകളുടെ കാലാണ്. ഇനി ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റൂ. പടച്ച റബ്ബേ, ഈ നിലക്ക് പോയ ഈ ദുനിയാവ് എവിടെ ചെന്ന് അവസാനിക്കും? ഞങ്ങളോടെ പൈസ കയ്യിലുള്ള നല്ല പേടിയുണ്ടായി. ഈ എന്റെ മുഖത്ത് നോക്കി വായം പൊളിച്ച് കണ്ട് പണിയെടുക്കണോ ചങ്ങായി? എന്നാലും എന്റെ ദൈവമേ, സൈബർ കുറ്റവാളികളെ പിടിക്കാൻ നടക്കണം എന്റെ അനിയൻ ഈ ഗതി വന്നല്ലോ എന്നാണ്. ബിഹാരി, ഈ പറയണ പോലെ അത്രയും കുഴപ്പമുണ്ടോ അതിലുമല്ലോ? കുഴപ്പമുണ്ടാന്നാ, അതുകൊണ്ടല്ലേ ചെറിയച്ഛൻ ഇവിടെ വരെ വന്നത്. ചെറിയമ്മനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ട അഭിമാനമുള്ള ഏത് പെണ്ണാണെങ്കിലും പോയി കളയും. അല്ല, ഈ വീഡിയോ അങ്ങനെ ചെറിയമ്മക്ക് കിട്ടി? അത് വിദേശത്തുനിന്ന് ഏതൊരു നമ്പറില് മണ്ടുവിന്റെ ഫോണിലേക്ക് വന്നതാ. ഇച്ചിരി കടുകട്ടിയാണ്. മാറ്റി വെക്കത്. ഞാനല്ല എന്ന് പറഞ്ഞ അവള് വിശ്വസിക്കണില്ല, അതാണ്. സുധാ, ചോദിക്കണോണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട. നമ്മളൊക്കെ ആണുങ്ങളാണ്. പുറത്തെ ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകി ഇങ്ങനെയൊക്കെ നടക്കണ ജോലിയുടെ സംബന്ധമായി. ഇനി എന്തേലും നിനക്ക് അറിയാണ്ട് വല്ല കയ്യബദ്ധവും പറ്റിയതാണോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ടോ? എന്താ ഈ ഏട്ടൻ പറഞ്ഞു? ഏട്ടനും പറയുന്നത് ഞാനാണ്. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, വേറെ അങ്ങനെ എനിക്കില്ല. എന്നാലും എന്റെ ഏട്ടൻ നമ്മുടെ അമ്മയാണ് സത്യം, ഞാനല്ല. എനിക്ക് ഈ പെണ്ണ് ഏതാന്ന് തന്നെ അറിയില്ല. എനിക്കറിയാം നീ അങ്ങനെയൊന്നും പോലെ അത്രക്കാരനല്ലെന്നും എനിക്കറിയാം. പക്ഷെ കണ്ടാരും വിശ്വസിക്കൂല, ചെറിയച്ഛൻ തന്നെയാണെന്ന് വീഡിയോയില്ലേ. എടാ, ഇത് വേറെ ആള് ഷൂട്ട് ചെയ്തിട്ട് എന്റെ മുഖം മോർഫ് ചെയ്തേക്കാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂടാ? ഏട്ടന് ഇത് എന്തറിഞ്ഞിട്ടാ? ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലാണ്. ഇതും അതാണോ? ഇത് എന്നല്ല, ഇനി എല്ലാം അത് തന്നെ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, അങ്ങനെ വിടാനൊന്നും പോണില്ല. ഇതിന്റെ ഒറിജിനൽ എവിടുന്നാന്ന് കണ്ടുപിടിക്കണം. എന്നാൽ ഇത് എങ്ങനെ ഇത്രയും കൃത്യമായിട്ട് ഒരു വള്ളി പുള്ളി തെറ്റാ നിന്നെ അതുപോലെ തന്നെ നീ മാറി നിന്നെ പോലെ തന്നെ ഉണ്ട്. അതന്നെയാണല്ലോ ഈ ടെക്നോളജിയുടെ പവർ. ഇനി പ്രയാസപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല, ചെറിയച്ഛ അന്വേഷിച്ച് കണ്ടുപിടിക്ക്. സത്യം ബോധ്യപ്പെട്ട ചെറിയമ്മനോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാല്ല. ഞാൻ ഒരു ചായ എടുക്കാം. എനിക്ക് എടുത്തോ. എന്തിന് ചായ? വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, വീഡിയോയില് നല്ല ചായ ഉണ്ട്. ചെയ്യാതെന്ത് വർത്താനം ഈ പറയണ സുധിയെ? അല്ലടോ, ഈ അതെ 50,000 ഉറുപ്പ്യ എനിക്ക് ഞാൻ തന്ന് ഇല്ലേ? ഈ അത് ഒരു മാസം കഴിഞ്ഞപ്പോ, ഒരു മാസം കഴിഞ്ഞ് ഒരാഴ്ചയും കഴിഞ്ഞ് നീയും ഞാനും തമ്മിലുള്ള ഒരു പരിചയത്തിന്റെ മുകളിലാണ് ഞാൻ എനിക്ക് ഈ കായ് എന്നിട്ട് ഇതുവരെ വിളിച്ച് ശല്യപ്പെടുത്താത്തത്. ഈ ഇഞ്ഞി കായ് എന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ചോദിക്കൂലേ? എന്തൊക്കെ ചെയ്യുമ്പോ വെറുതെ തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കല്ലോ കേട്ടോ. എടാ, 50,000 ഉറുപ്പ്യ എനിക്ക് ഞാൻ തന്നല്ലേ? എന്താന്ന്? എന്ത് പറ്റി കൽസ്? ആ ജാതി വർത്താനോട് പറയരുത് കേട്ടോ. അങ്ങനെ ചിന്ന പറ്റിക്കൽസ് പറഞ്ഞ് ഇതാക്കണ്ട. ഞാൻ ഇക്കതറിയാ രാഘവേട്ടൻ അന്ന് പറ്റിക്കപ്പെട്ട കാരണം ഞാൻ എന്നോട് സംസാരിച്ച് എന്റെ അക്കൗണ്ടിലേക്കാണ് ഞാൻ അയച്ചെന്നായി. അതാണ് ഓർമ്മയില്ലേ? എന്ത് പറ്റിക്കൽ അക്കൗണ്ടോ?
എടാ ചെങ്ങായി, എനിക്കും എനക്കും മാത്രം അറിയണ ഒരു രഹസ്യം ഞാൻ എന്നോട് എന്നോട് ചോദിച്ചന്ന് എനിക്ക് ഓർമ്മ ഉണ്ടോ? ഈ അവിടെ പണിതുകൊണ്ട് നിൽക്കുമ്പോ മൊയ്തു അന്ന് കൊണ്ടുവന്നിട്ടുള്ള പഴം ഏതാണ് സുധിയെന്ന് ഞാനോട് ചോദിച്ചപ്പോ ഇജ്ജ് പറഞ്ഞില്ലേ സമർജില്ലെന്ന്? അത് ഈ ദുനിയാവില് വേറെ ആർക്കും അറിയില്ലല്ലോ. അജ്ജ് പറഞ്ഞല്ലേ? ഇജ്ജ് പറഞ്ഞില്ലാന്നോ? ഈ എന്താ സുധിച്ച് പറഞ്ഞു? ഇജ്ജിപ്പൊ കായ് മേടിച്ചില്ലേ? 50,000 ഉറുപ്പ്യാണ് ഈ മേടിച്ചിട്ടില്ലേ? എന്താ ഈ പറഞ്ഞു വളച്ചോനെ? ജമീല, അല്ല എന്റെ കായ് പോയല്ലോ വളച്ചോനെ. ജമീല, ജമീല, എന്റെ കായ് പോയി പോണേ. പടച്ചോനെ കായെല്ലാം പോയോ? അല്ലാ, 10,000-50,000 ഉറുപ്പ്യന്റെ പോയി. മൈനോ, ഓടി ആളാ, എന്റെ കായ് പോയി. കായ് പോയടാ. 10,000-50,000 ഉറുപ്പ്യ ഒരാള് പറ്റിച്ച്. ഉമ്മത്തിരി വെള്ളം എന്താണ്ടായെന്ന് പറയുങ്ങള്? 50,000 ഉറുപ്പ്യ എന്നെ ഒരുത്തൻ പറ്റിച്ചിട്ടാ പോയത്. ആരിത്? ആരാധിക്കറിയില്ല. ഇപ്പോഴത്തെ ഒരു തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ രാഘവേട്ടനെ പറ്റിച്ച മാതിരി ഇന്ത്യയെ പറ്റിച്ചിരിക്കാണ്. അങ്ങനെ ആർക്കാ പൈസ അയച്ചു കൊടുത്തത്? ഞാന് നമ്മുടെ സ്തുതിയില്ലേ, ഇവിടെ പണിക്കുവരുടെ സ്തുതി, ഓനൊരു 50,000 ഉറുപ്പ്യ പുതിയ കച്ചവടം തുടങ്ങാൻ വേണ്ടിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്താണ് ഓനക്ക്. എന്റെ കായ് പോയതോ, ഇതെങ്ങനെ കിട്ടും ചെയ്യും? അങ്ങനെയാണെങ്കിലും അത് പോകും പാപ്പ. പോയതോ എന്തായാലും പോയത് പോയി. ഈ സമയത്ത് ഈ ജാതി വർത്താനം ഞാനെന്താലേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചൊന്ന് പറഞ്ഞേക്കട്ടെ. ഒന്ന് ചോദിച്ചോക്ക്. ചോദിച്ചോക്കാം. നിങ്ങൾ കിടന്ന് പോകണ്ട, അകത്തേക്ക് കയറിയിരിക്കും. വാപ്പനകത്ത് കൊണ്ടുപോയി വെള്ളം കൊണ്ടുവരാൻ പോയാള് കിണർ കുത്താൻ പോയേക്കാ തോന്നിട്ട് ഇതുവരെ തുള്ളി വെള്ളം കിട്ടിയില്ല.